ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലി മാവ് റെഡിയാക്കി വെച്ചതാണ്. മാവ് പുറത്ത് കൊലിച്ച് പോയിട്ടുണ്ട്. സാധാരണ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോഴേ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പോരലൊന്നുമില്ല. ഇത് ഇന്നലെ പുളിമാവ് ഉണ്ടായിന് കേട്ടോ. ഇന്നലത്തെ മാവ് കുറച്ച് ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിന്. അതുകൊണ്ടാവും നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ടാവും കേട്ടോ. കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് കണ്ടുകൊണ്ട് നേരെ പോകുന്നതാണ് കേട്ടോ അടുപ്പത്തേക്ക്. അപ്പോൾ അടുപ്പ് എത്തിച്ചിട്ട് ആദ്യം ചോറിനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെക്കട്ടെ, എന്നിട്ട് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അകത്ത് പോയിട്ടേ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ, എന്നിട്ട് ഇഡ്ഡലി ചൂടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ആ പുറത്ത് പോയ മാവൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു. ഇനി അവിടെ നിന്ന് തുടച്ചെടുക്കുകയൊക്കെ വേണം. അപ്പോൾ മാവിൻ്റെ പാത്രം ഇതാട്ടോ. കുറച്ച് ചെറിയ പാത്രമാണിത്. അത്ര മാവില്ലേന് ഞാനതിൽ മാവ് കൂട്ടി വെച്ചേക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പുളിമാവ് ബാക്കി ഉണ്ടായിന്. തലേ ദിവസത്തെ മാവ് ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു. എന്നാലും ഇങ്ങനെ പുറത്തേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. വലിയ പാത്രത്തിലാണെങ്കിൽ പുറത്തേക്ക് പോകില്ല, ചെറിയ പാത്രത്തിലായപ്പോൾ പുറത്തേക്ക് പോയി. ഇപ്പോൾ സാരല്ല അല്ലേ. അപ്പോൾ അവിടെ ഒക്കെ നന്നാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചുടുന്ന സമയത്താണ് കേട്ടോ. ഇഡ്ഡലി ആണെങ്കിലും ദോശ ആണെങ്കിലും ഒക്കെ ചുടുന്ന സമയത്താണ് ഉപ്പ് ചേർക്കൽ. അപ്പോൾ എൻ്റെ ചിഞ്ചുമോളെ എൻ്റെ നെറ്റൊക്കെ ഇട്ടാണ്ട് അവിടെ വന്ന് നിന്നീനി കേട്ടോ. പിന്നെ ക്യാമറ ഓണാണ് പറഞ്ഞപ്പോൾ വേഗം പോയി അവിടുന്ന്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നാൽ വേഗം എൻ്റെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കൂടാൻ. എന്താ നെറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രോക്ക് നെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ വേഗം വലിച്ച് കയറ്റിയിടുക. അപ്പം നോക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ഇന്ന് പോണില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പനിയൊക്കെ ഉണ്ടായിട്ട് കാലുവേദനയും കാലയാടിച്ചിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് ക്ലാസ്സിന് പോണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് പിന്നെ നമ്മളെ കപ്പിക്ക് ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ മാവ്. എന്നാൽ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഇതിക്ക്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ ഓയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം. എന്നിട്ട് വേഗം അതിൽ ഇറക്കി വെച്ചിട്ട് മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മാവും പാത്രം കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാലേ അതിമന്ന് ഒക്കെ അതിലൊക്കെ ആവും. മാവ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് അതാക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ കപ്പൊക്കെ എടുത്തത്. കപ്പൊക്കെ എടുത്തപ്പോൾ സുഖമായി ചെയ്ത് എളുപ്പമുണ്ട് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഓരോ കല്ലിലെടുത്ത് കണ്ട് ഇങ്ങനെ ഒഴിക്കണ്ടല്ലോ. അങ്ങനെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വേറെയും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചട്നി ഉണ്ടാക്കാൻ സവാളയും തക്കാളിയൊക്കെ വേണം. അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഒന്നിട്ട് ചൂടാറിയിട്ട് ഇതൊന്നും എടുക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പം ചൂടാറാനൊന്നും നിന്നിട്ടില്ല. എന്നിപ്പോൾ നമുക്ക് റിവ്യൂ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. HSOമാരെ ഹോം ഷോപ്പിൻ്റെ റിവ്യൂ മീറ്റിംഗ് ആണ്. അപ്പം നമുക്ക് കതിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൂക്കോട്ടുപാടം, അങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ പോകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. ഉടായ്പിലെ കുക്കിംഗ് ഒന്നും പറ്റില്ലല്ലോ വീട്ടിലാളുണ്ടാകുമ്പം. അപ്പം ഞാൻ നമ്മൾ ചട്നിക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സവാളയും അതേപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്താണ്, പിന്നെ തക്കാളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് തേങ്ങയും ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തു. ചെറിയൊരു സവാള ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2-3 കുരു പുളിയും കൂടെ വേണം കേട്ടോ. ചെറിയൊരു പുളിയും കൂടെ വേണം, എന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ സവാളയൊക്കെ ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ വറ്റൽമുളക് ഇട്ടാലും മതി കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചൂടാക്കണതിൻ്റെ ഇടയിൽ കൂടെ വറ്റൽമുളക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതേപോലെ ഒരു 2-3 കുരു പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്താണ് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയത് കേട്ടോ. ഒരു പിടി തേങ്ങ ചിരകിയതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അടിപൊളിയാണ്. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ചട്നി അധികം ആൾക്കാരും ഉണ്ടാക്കുന്നത് തന്നെ ആവും ചിലപ്പം. എന്നാലും നമ്മളെ വീഡിയോ കാണുന്ന ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് നിങ്ങളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യലുണ്ടെന്ന്. അപ്പം ആരെങ്കിലും അറിയത്തോലുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അതേപോലെ ഒരു ബൗളിൽ ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴക്കിയിട്ട് ആ വെള്ളം ഒന്നിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേറെ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കട്ടോ, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാട്ടോ വേണ്ടത്. ഇത് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ മാത്രം ഉണ്ടാവും. നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായതുകൊണ്ടേ കുറേശ്ശെ എടുത്താൽ മതി. പിന്നെ ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കടുകൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടോ. അങ്ങനെ നമ്മളെ ചട്നി റെഡിയായി. പിന്നെ ഇഡ്ഡലി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ടേനും പിന്നെ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും കേട്ടോ മാവൊക്കെ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിട്ടോ നമുക്ക് ഇഡ്ഡലി. ബാക്കിയുള്ള മാവ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലും ദോശയൊക്കെ ചുട്ട് കൊടുക്കണമെങ്കിൽ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴല്ല കേട്ടോ, വൈകുന്നേരം ചിലപ്പോൾ ചോറൊക്കെ കുറവാണെങ്കിൽ ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ദോശയൊക്കെ ചുട്ട് കൊടുത്താൽ ഓൾക്ക് ഇഷ്ടമാണ്, ദോശ ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ. അങ്ങനെ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഞാൻ തട്ടുന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇഡ്ഡലി മാവയ്ക്ക് ഞാൻ കുറച്ച് ചാക്കരിയും പച്ചരിയും കൂട്ടിയിട്ടാണ് കേട്ടോ മാവ് ഉണ്ടാക്കിയത്. ഉഴുന്നും അതേപോലെ തന്നെ കുറച്ച് ചോറും അങ്ങനെ അരച്ചെടുത്ത് ചാക്കരി കൂട്ടുമ്പോഴേ നമ്മളെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. അപ്പോൾ നിങ്ങളും ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ ചാക്കരി കൂട്ടലില്ലെങ്കിൽ കുറച്ച് കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ചാക്കരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെക്കണ അരി കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ചിഞ്ചുമോക്കാണിത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്ലാസ്സിന് പോകണില്ല പറഞ്ഞു. എന്നോട് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവല്ലേ എന്ന് ചോദിച്ചിനി. എനിക്ക് കുറച്ച് മുന്നേ ഷുഗറൊക്കെ ഉണ്ടായിനല്ലോ, അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഓളും അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ല, നമുക്ക് വെറും വയറ്റിലാണ് ഷുഗർ നോക്കേണ്ടത്. അപ്പോൾ ഓള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ വറ്റൽമുളക് ചേർക്കുമല്ലോ, ആ വറ്റൽമുളക് ആ ചമ്മന്തി കൂടെ ഒന്നിങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞു കൊടുക്കും കേട്ടോ, അതിൻ്റെ ആ നീരൊക്കെ. എന്നിട്ടാണ് ഓള് കഴിക്കൽ. ഓള് കാട്ടണാണ്ട് ഞാനും കാട്ടലുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ആ ഉണക്കമുളകിൻ്റെ ടേസ്റ്റ്. ചമ്മന്തിയിലായാലും ഇനിയിപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ തൂമിക്കുമ്പോഴും അങ്ങനെ വറ്റൽമുളക് ഇടുമ്പോഴേ അതൊന്നിങ്ങനെ പിഴിഞ്ഞ് ചോറിൽ കഴിക്കുമ്പോൾ ആ ഒരു വേറെ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. അങ്ങനെ പിന്നെ പോയിട്ട് ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് വന്നു. അപ്പം ഷുഗറൊക്കെ നോർമലാണ് കേട്ടോ, 108 ഷുഗർ. പിന്നെ എനിക്കിന്ന് റിവ്യൂ മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കിട്ടോ. കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെ കുറച്ച് ചിക്കനോ ബീഫൊക്കെ ആണെങ്കിലും കുറച്ച് ഇങ്ങനെ മാറ്റി വെക്കലുണ്ട്. ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുമ്പോഴേ നമ്മളെ ഫ്രിഡ്ജിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ. ഞാൻ നമ്മൾ കുക്കറിൽ സവാളൊക്കെ വഴറ്റിയാണ്ട് വേഗം അങ്ങനെ അടുപ്പത്ത് വെച്ചാട്ടോ. പിന്നെ ഉപ്പേരിക്ക് ഒരു 2 പപ്പായ ഉണ്ടായിന്, ചെറിയ 2 പപ്പായ. അപ്പോൾ അത് തൊലി അളഞ്ഞാണ്ട് ചെറിയ കുക്കറിൽ അപ്പുറത്തും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തൂമിച്ചെടുത്താൽ മതി. പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ ഓരോരുത്തർ കഴിച്ചോളും. പിന്നെ ഉമ്മയും അനിയത്തി കുട്ടിയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ ഞാൻ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് സമയം ഒരുപാടാവും. എന്തായാലും ഉച്ച കഴിയും, 2 മണിയൊക്കെ ആവും. അപ്പോൾ അപ്പോഴത്തേന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് പോയാൽ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ ഇതാട്ടോ പപ്പായ ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഒറ്റ വിസിലടിച്ചിട്ടുള്ളൂ. ഒരു വിസിലടിച്ചാണ്ട് പിന്നെ പ്രഷർ കുറച്ച് കളഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ട് കേട്ടോ പപ്പായ. പക്ഷേ അതിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഞാനൊരു കപ്പിക്ക് മാറ്റുന്നുണ്ട്. ആ കളയൂലിട്ട് ആ വെള്ളം ഞാൻ കുടിക്കും ചൂടാറിയിട്ട്. നല്ല ടേസ്റ്റാട്ടോ കുടിക്കാൻ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വറ്റിച്ചെടുക്കുമ്പോഴത്തേന് നമ്മളെ പപ്പായ നല്ലോണം വെന്ത് ആകതാവും. അപ്പോൾ പിന്നെ ഞാൻ ആ വെള്ളം ഊറ്റി വെച്ചു. എന്നിട്ട് അവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വേവിച്ച പപ്പായൊക്കെ ഇടുക. അപ്പോൾ എത്ര എളുപ്പം കൊണ്ട് ഉപ്പേരി ആയില്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനും തന്നെ ടൈമില്ലാത്തതുകൊണ്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ ചോപ്പർ എടുത്തിട്ട് കുറേ ദിവസം ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ടൈറ്റ് ആയിട്ടാട്ടോ ഉള്ളത്. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം കുളിച്ചാണ്ട് പോന്നു കേട്ടോ. പിന്നെ മക്കൾ വീട്ടിലുണ്ടായതുകൊണ്ട് ഒരു അകൊക്കെ അടിച്ചു വാരി തുടച്ചോളും. അങ്ങനെ റിവ്യൂ മീറ്റിങ്ങിന് പോന്നു. HSOമാർക്കുള്ള ഗിഫ്റ്റ് വാങ്ങണം. എല്ലാ മാസം 20,000 രൂപൻ്റെ മുകളിൽ സെയിൽ ചെയ്ത HSOമാർക്ക് ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. കൂടുതൽ സെയിൽ ചെയ്തതിനുള്ള ഗിഫ്റ്റ് അതെല്ലാ മാസവും കൊടുക്കണം തന്നെയാണ്. പിന്നെ ഈ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരോടും ഗിഫ്റ്റ് വാങ്ങിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള ഗിഫ്റ്റും വാങ്ങണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനും അനീഷ് ഇവിടെ ഈ ഒരു കടയിൽ കയറിയതാണ്. ഇത് പൂക്കോട്ടുംപാടാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കൽ. സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് അധികം വാങ്ങിക്കാറ്.
അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു, ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞങ്ങൾ കതിരിക്കാണ് കേട്ടോ വരുന്നത്. ഇവിടേക്കാണ് എച്ചസോമാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് മുന്നേയൊക്കെ ഇതിലേറെ നല്ല അടിപൊളിയേനും. ഇപ്പോൾ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വൃത്തികേടായിട്ടുണ്ട്. ഇവിടെ കാണാൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ഒക്കെ ഇങ്ങനെ പച്ച വിരിച്ച ഓരോ സ്ഥലങ്ങൾ, നെൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് തോന്നുന്നുണ്ട് കതിരെന്ന് പേര് കൊടുത്തിരിക്കണത്. പിന്നെ നല്ല വൈബുള്ളൊരു സ്ഥലം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ 20 രൂപ കൊടുത്ത് അങ്ങോട്ട് കയറാം. പിന്നെ എപ്പോഴാണ് നമുക്ക് പോരേണ്ടത് ചോദിച്ചാൽ അപ്പോൾ പോരും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനും അനീഷി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇതാ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് വരികയാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, അതിന് മുന്നേ ഞാൻ വന്നിട്ടില്ല. പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നുമല്ല, എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് എത്ര ഒരു 10 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഏറിയാൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. 10ഓ 8ഓ ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് വരികയാണ്. മക്കളൊക്കെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എച്ചസോമാർക്ക് സാലറി ഒക്കെ കൊടുക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ ഒരു ന്യൂ ഇയർ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കേക്ക് വാങ്ങിയത് നമ്മളെ അല്ലൂസ് കിച്ചൺ എന്നാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ്, ഓളടുത്തു നിന്നാണ് കേക്ക് വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. ഞാൻ മുറിക്കുന്ന സമയത്ത് കാണിക്കാം. അങ്ങനെ എൻ്റെ എച്ചസോ ഹാജറത്ത നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിന്. ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു തോണി ഉണ്ട് കേട്ടോ. ആ തോണി കണ്ടോ നിങ്ങൾ? ആ തോണീൻ്റെ ഉള്ളിൽ കേട്ടോ ഞങ്ങൾ പോണത്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓരോ ഭാഗത്തുണ്ട്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തായിട്ടാണ്. ആരെയിലൊക്കെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോൾ കച്ചറയാവും. അപ്പോൾ ഓരോന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് മാത്രം. ഇതൊക്കെ വീഡിയോയിൽ ഇടുന്നത് എൻ്റെ എച്ചസോമാർക്കും ഇഷ്ടമാണ്. ഓരോന്നോട് പറയലുണ്ട് വീഡിയോയിൽ ഇടണം കേട്ടോ, യൂട്യൂബിൽ ഇടണം കേട്ടോ എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ എച്ചസോമാരെല്ലാവരും ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കേക്ക്, അല്ലൂസ് കിച്ചൺ. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ കേക്ക് വാങ്ങിയത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ. അപ്പം എന്തായാലും അല്ലൂസ് കിച്ചൺ ഒന്ന് നോക്കൊണ്ടിട്ടോ. യൂട്യൂബ് ചാനലും ഉണ്ട് ഓൾക്ക്. നമ്മൾ ഈ കരുളായി ഭാഗത്തുള്ള ആർക്കയിലേക്ക് കേക്ക് വേണമെങ്കിൽ ഓളടുത്തുനിന്ന് ഓർഡർ ചെയ്തുകൊണ്ടിട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നമ്മൾ പറയുന്ന ഫ്ലേവറിലുള്ളത് ഉണ്ടാക്കി തരുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയപ്പോൾ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കേക്ക് കുറച്ച് നേരം ആയില്ലേ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ റിവ്യൂ മീറ്റിങ്ങിനും ഞങ്ങളെ സാറുമാരൊന്നുമില്ല. ഞാനും അനീഷും ഞങ്ങൾ 2 CLCമാരും ഞങ്ങൾ HSOമാരുമാണ് കേട്ടോ ഉള്ളത്. HSOമാരും തന്നെ എല്ലാവരും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ടേ ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ഒക്കെ വിരുന്നൊക്കെ പോയിട്ടുണ്ട്. ഇത്ര ആളുകളൊന്നും അല്ല കേട്ടോ നമ്മളുള്ളത്. എനിക്ക് തന്നെ 3 പഞ്ചായത്തിലുള്ള HSOമാരുണ്ട്. കരുളായും ചോക്കാടും കാളികാവും. അതേപോലെ അനീഷക്കും ഉണ്ട്. ഓൾക്ക് അമരമ്പലത്തും കരുവാരക്കുണ്ടും അതേപോലെ പിന്നെ തൂവൂരി, എടപ്പറ്റ, അങ്ങനെ അവിടെയുള്ള HSOമാരും ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്നിട്ടുള്ളൂ. വന്നവരെന്തായാലും അടിച്ചു പൊളിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത്, അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് എല്ലാവരും മുഖമൊന്നും ഇതിൽ കാണുന്നില്ല. കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഞങ്ങൾ HSOമാരും അതേപോലെ CLCമാരും ഒക്കെ പാടെ കൂടിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പരിപാടിയൊക്കെ നടത്തുമ്പോഴേ എല്ലാവർക്കും നല്ലൊരു സന്തോഷമാണ് കേട്ടോ എല്ലാവരുടെ മനസ്സിലും. കാരണം നമ്മൾ അങ്ങനെ എല്ലാവരും ഒന്ന് എപ്പോഴും ഒന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരാണ്. ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഞങ്ങളും എല്ലാവരും ഒപ്പം ഇങ്ങനെ പങ്കുവെക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുടെ വായിലും കേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടി ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടുമില്ല കേട്ടോ, കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് അതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചേർന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണമല്ലോ, അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇനി. അപ്പോൾ ആദ്യം കേക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. കേക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവർക്കും ചെറിയ ഓരോ പീസ് കട്ട് ചെയ്ത് കൊടുത്തുട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ മാത്രമുള്ള കേക്ക് ഉണ്ടായിന്. ഞങ്ങളൊരു 17-18 ആൾക്കാരായിട്ട് ഉണ്ടായിന് കേട്ടോ. 1 kg കേക്കാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റായി പോവുകയും ചെയ്ത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിന് കേട്ടോ. അതിന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി കോപ്പിറൈറ്റ് കിട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ നമുക്ക് റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കാണ്ട് കേട്ടോ. എനിക്കും അനീഷക്കും നമ്മളെ ഓരോ മാസത്തെ സെയിലിനെ കുറിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കണം. അപ്പോൾ അതൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ
ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അങ്ങനെ ന്യൂ ഇയർ ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് അനീഷാണ് കേട്ടോ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നറുക്കെടുത്തത്. അപ്പം എപ്പോഴാണെങ്കിലും ഞങ്ങൾ രണ്ടാളും ഒപ്പം പോയിട്ടാണ് ഗിഫ്റ്റ് വാങ്ങിക്കുക. അതേപോലെ തന്നെ ഈ നറുക്ക് വീഴുമ്പോൾ എൻ്റെ പേരേക്കാരം ഓളെടുക്കുകയാണെങ്കിൽ എടുക്കുക. ഇനി ഞാനാണ് ഫസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓളെ പേരേക്കാരം. അത് പിന്നെ എന്താ പറയുക, ഇപ്പം മാത്രമല്ല കേട്ടോ, ഞങ്ങൾ CLC-മാരെ റിവ്യൂ മീറ്റിങ്ങും ഉണ്ടാവും. അപ്പോഴും ഞങ്ങൾ ഇതേപോലെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരല്. അതാണ് രസേ. ഒപ്പം ആണ് ഞങ്ങൾ രണ്ടാളും ഗിഫ്റ്റ് വാങ്ങിക്കുക. ഓള് വാങ്ങണത് ഞാനും കാണും, ഞാൻ വാങ്ങണത് ഓളും കാണും. എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അതന്നെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടൽ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ മാറിയിട്ടോ. ഓള് പറഞ്ഞേ ഓളാണ് എടുത്തത്. ഫസ്റ്റ് എടുത്തപ്പോൾ എൻ്റെ പേരാണ് കിട്ടിയത്. അപ്പോൾ ഓള് പറഞ്ഞു ഞാനിത് മാറ്റട്ടെ ചോദിച്ചു HSOമാരോട്. അപ്പോൾ ഓര് പറഞ്ഞു അങ്ങനെ എന്നാൽ മാറ്റിക്കോ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാണ്. അങ്ങനെ മാറ്റിയാണ് വേറെ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത്. അങ്ങനെ എല്ലാവരും എന്താ പറയുക, ന്യൂ ഇയർ ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അതൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ കാണിച്ചത്. പിന്നെ എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ഓരോരുത്തർക്ക് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ അവിടുന്ന് പിരിയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഹോം ഷോപ്പിൻ്റെ ന്യൂ ഇയർ ആഘോഷമൊക്കെ ഇപ്രാവശ്യം നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സാർമാരൊക്കെ വന്നിട്ടുണ്ടേനും അങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും. ഇപ്രാവശ്യം പിന്നെ ചെറിയ രീതിയിൽ ഞങ്ങളിങ്ങനെ ആഘോഷിച്ചു. പിന്നെ വലിയ ആഘോഷത്തിനൊന്നും നമുക്കിപ്പോൾ പറ്റൂല. എന്നാലും നമ്മൾ HSOമാരെ സന്തോഷമല്ലേ. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ കുറേ ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. നമ്മളെ വീട്ടിലിപ്പോൾ ഒരു മരണമൊക്കെ നടന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ആഘോഷിച്ച് നടക്കുകയാണെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു ജോബൊക്കെ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കാരണം കൊണ്ട് ഇപ്പം ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഒരാരും വരലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ കാരണം വേറെല്ലാവരെ സന്തോഷം മുടങ്ങണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ പറയണതിൻ്റെ അർത്ഥം എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ന്യൂ ഇയർ ആഘോഷമൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.